പ്ലാൻ എന്താണ്? ഫ്യൂച്ചർ പ്ലാൻ ഞാൻ അങ്ങനെ ഫ്യൂച്ചറിൽ ഭയങ്കര ഇൻവെസ്റ്റഡ് അല്ല. ഞാനിങ്ങനെ പ്രസന്റ് ജീവിച്ചു ഇങ്ങനെ അങ്ങ് പോട്ടെ. വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ഒന്നും പറയുന്നില്ല. അത് ഞാൻ എന്റെ ചെലവിനാ ജീവിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ ഈ ഒരു പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണാറുണ്ടോ എന്ന് ചോദിച്ചാൽ കാണാറുണ്ടായിരുന്നു ഒരു കാലത്ത്. ഒരു രസമാണ് ആ കുക്കിങ്ങും ടോക്കിങ്ങും ഒക്കെ കേൾക്കാൻ. പക്ഷേ പിന്നെ ഈ ആനി എന്ന് പറയുന്ന ചേച്ചിക്ക് ഒരു പ്രത്യേകത ആവാൻ തുടങ്ങി. അവർ ഈ വരുന്ന സെലിബ്രിറ്റീസ് അവരുടെ ആ ഒരു ഷോക്കകത്ത് പങ്കെടുക്കാൻ വരുന്ന ആൾക്കാരെ ബോഡി ഷെയ്മിങ് ചെയ്യുകയാണ് മെയിനായിട്ടുള്ള പരിപാടി. പിന്നെ താളത്തിൽ ഊക്കുക, ഈണത്തിൽ ഊതുക എന്നൊക്കെ നമുക്ക് പറയാം. ആ ഒരു പരിപാടിയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. മേക്കപ്പ് ഇട്ട് വരികയാണെങ്കിൽ അതിനെ വിമർശിക്കുകയോ കളിയാക്കുകയോ ചെയ്യും. ഈ ഒരു കുടുംബശ്രീ ചേച്ചിമാരില്ലേ, ആരെന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ചേച്ചിമാർ ഞാനും കേൾക്കാറുണ്ട്. ഈ അമ്മേൻ്റെ കൂടെ പണ്ട് കുടുംബശ്രീ പോകുന്ന സമയത്ത് അവരെ ഒരു വീട് ഒഴികെ ബാക്കി എല്ലാ വീട്ടിലെ കുറ്റങ്ങളും അവർ പറയും. അങ്ങനെയുള്ളൊരു ടൈപ്പ്. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന ലൈനിലാണ് അവർ കാര്യങ്ങൾ എത്തിക്കുക. അത് ഉദാഹരിക്കുന്ന ഒരു വീഡിയോ ഇവിടെ കൊടുക്കാം. ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ കാണാനിടയായതാണ്. ആനീസ് കിച്ചൻ്റെ അകത്ത് വന്നൊരു സെലിബ്രിറ്റി, പുള്ളിക്കാരുടെ പേര് ഞാൻ മറന്നുപോയി. ആ പുള്ളിക്കാരനോട് സംസാരിക്കുന്നതാണ്. അപ്പം ഇച്ചിരി തടി കുറഞ്ഞു പോയി, ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ടോക്കിംഗ് ആണ്. പക്കാ ബോഡി ഷേവിംഗ് എന്ന് പറഞ്ഞാൽ പക്കാ ബോഡി ഷേവിംഗ് ആണ്. അതിലൂടെ നമുക്ക് വരാം. ആദ്യം നിങ്ങൾ ആ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാം. അതെ, എന്റെ പ്രേക്ഷകരോട് ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. ഞാന് ശരിക്കും പ്രിയങ്കനെ എങ്ങനെ അല്ല പ്രതീക്ഷിച്ചത്. പേര് കിട്ടി പ്രിയങ്ക. പിന്നെ ആനി ചേച്ചി എങ്ങനെയാണ് പ്രതീക്ഷിച്ചത്? ഈ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ എന്നാണ് കണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ സേവ് ചെയ്ത് വെച്ചതായിരുന്നു. എന്നാണെങ്കിലും ഈ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്. കാരണം അവരുടെ ഷോയിൽ വരുന്ന മിക്ക ആൾക്കാരും അവർ ഈ എണ്ണച്ചട്ടിയിൽ ഇട്ട് കോരുന്ന ഒരു പരിപാടിയാണ്. എന്നിട്ട് ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ ബോഡി ഷേമിംഗ് ഒക്കെ ചെയ്തിട്ട് കളിയാക്കാൻ ഇട്ട് കൊടുക്കുന്ന ഒരു തരം പ്രവൃത്തി. അപ്പം ഞാൻ എന്നാണെങ്കിലും ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതി തന്നെ സേവ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ പ്രിയങ്ക എന്ന് പറയുന്ന നടി, പുള്ളിക്കാരി കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരൻ്റെ ഹെയർ സ്റ്റൈലിൽ മാറ്റമുണ്ട്. പണ്ടുള്ളതിൽ നിന്നും കുറച്ച് തടിയിലും ഇച്ചിരി മാറ്റമുണ്ട്. ഈ ആനി എന്ന് പറയുന്ന ചേച്ചി പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് കേൾക്കാം. നിങ്ങൾ പ്രിയങ്ക കാണുമ്പോൾ ഞാൻ പറയുന്ന ഓരോ വാക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് എന്നാ കോലമാ പ്രിയങ്ക. കണ്ടോ, എന്റെ നാട്ടിലുണ്ട് ഇതേമാരത്തെ കുറച്ച് ചേച്ചിമാര്. നമ്മൾ ഇച്ചിരി ഓവറായിട്ട് മേക്കപ്പ് ഇട്ട് പുറത്തിറങ്ങി കഴിഞ്ഞ് ഇത് എന്ത് കോലമാ, ഇച്ചിരി വേറെ വല്ല മോഡേൺ ഡ്രസ്സാണെങ്കിൽ ഇത് എന്ത് ഡ്രസ്സാ, നമ്മൾ ഇത്തിരി മെലിഞ്ഞിട്ടുണ്ട് ഇതെന്താ കോലം, തടിച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ ഇതെന്താ തടി, ഇങ്ങനെ ചോദിക്കുന്ന കുറച്ച് ആൾക്കാർ. മുടിയുടെ നീളം കുറഞ്ഞ പ്രശ്നം, നീളം കൂടിയ പ്രശ്നം, ലിപ്സ്റ്റിക്കിൻ്റെ അളവ് കൂടിയ പ്രശ്നം, കുറഞ്ഞ പ്രശ്നം, ഡ്രസ്സിൻ്റെ അളവ് കൂടിയ പ്രശ്നം, കുറഞ്ഞ പ്രശ്നം, ഇങ്ങനെ എല്ലാത്തിലും പ്രശ്നം കണ്ടുപിടിക്കുന്ന കുറച്ച് ആൾക്കാർ. ആ ഒരു പാറ്റേണിൽ പെടുന്ന ഒരാളാണ് ഈ ആനീസ് കിച്ചണിലെ ആനി. ഈ പുള്ളിക്കാരിൻ്റെ ചോദ്യം പറച്ചിലും കേൾക്കുന്ന സമയത്ത് എനിക്ക് ഈ പുള്ളിക്കാരിൻ്റെ പഴയ സിനിമകളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അതിൽ ഈ പുള്ളിക്കാരിയുടെ കോലവും ഡ്രസ്സിങ് സ്റ്റൈൽസും പിന്നെ ആരോഗ്യസ്ഥിതിയും എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇവരിപ്പം അവരുടെ മുമ്പിൽ വന്നിരിക്കുന്ന സ്ത്രീകളെയും അവല്ലാതെ വേറെ എന്ത് മാറ്റേഴ്സിലായിക്കോട്ടെ അതിലൊക്കെ മറ്റുള്ളവരെ ഏകദേശം ഒരു ആക്കുക, ഊക്കുക, ബോഡി ഷേമിങ് ചെയ്യുക എന്നുള്ള പരിപാടി ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ഇവിടെ കുറച്ച് ഫോട്ടോസ് കൊടുക്കുക. ഇതൊക്കെ ആനി പണ്ട് അഭിനയിച്ചിട്ടുള്ള സിനിമകളൊക്കെയാണ്. അതിനകത്ത് ഇവരൊക്കെ മെലിഞ്ഞിരിക്കുന്നുണ്ട്. ഒരുപാട് ലിപ്സ്റ്റിക്സ്, മേക്കപ്പ് ഒക്കെ പിന്നെ ഇപ്പോഴും ഇടുന്നുണ്ട്. അതൊക്കെ അവരുടെ കോൺഫിഡൻസിന്റെ ഭാഗമെന്ന് നമുക്ക് വിചാരിക്കാം. മോഡേൺ ഡ്രസ്സ് ഇടുന്ന ആളാണ്, അത്യാവശ്യം നല്ല മേക്കപ്പായി നടക്കുന്ന ആളാണ്, മേക്കപ്പ് ഒക്കെ ഇട്ട് നടക്കുന്ന ആളാണ്, മെലിഞ്ഞിരിക്കുന്ന ആളാണ്. പുള്ളിക്കാരി ഇപ്പോഴാണ് ഇത്തിരി തടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ പ്രിയങ്കേൻ്റെ കേസിലോട്ട് വന്ന സമയത്ത് പുള്ളിക്കാരിക്ക് അത്രയും സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇനി കുശുമ്പ് കൊണ്ടാണോ? ചില ആൾക്കാർ തടിച്ചു കഴിഞ്ഞാൽ മെലിഞ്ഞ ആൾക്കാരെ കാണുമ്പോൾ ബാക്കിയുള്ളവരും കൂടെ തടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കും. ചില സ്ത്രീകളുടെ ഒരു പെരുമാറ്റ രീതി അങ്ങനെയാണ്. അവർ തടിച്ചായിരിക്കുന്നെങ്കിൽ ആരെങ്കിലും ഇച്ചിരി മെലിഞ്ഞിരിക്കുന്നുണ്ട് അവർക്ക് സഹിക്കൂല. അവരും കൂടെ തടിപ്പിച്ചേ അവർക്ക് പറ്റൂ. ചീച്ചു കാണിക്കുന്നോ? ഞാനത് പ്രിയങ്ക നായർ എന്നൊക്കെ മാറ്റി വെച്ച് വല്ല പ്രിയങ്ക ഗാന്ധി എന്നൊക്കെ വല്ല ആക്കിയാലോ എന്ന് ആലോചിക്കുക. എന്തിനാണ് ആ പേരിന്റെ മാറ്റം എന്ന് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായി കാണില്ല. ആ ഹെയർ സ്റ്റൈലാണ് പുള്ളിക്കാരി അവിടെ നോട്ടീസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. ഒരാൾ ഏത് രീതിയിൽ ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ അവരുടെ താല്പര്യങ്ങളാണ്. ചിലപ്പോൾ ലോങ് ഹെയർ ആയിരുന്ന സമയത്ത് ആളുകൾക്ക് അതൊരു ചെറിയൊരു ഡിസ്കംഫർട്ടബിൾ ആയിരിക്കാം, ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ അവർ ഏതെങ്കിലും പ്രോഗ്രാമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതി കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗാവസ്ഥകളുണ്ടോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് അവരുടെ മുടി കുറച്ചിട്ടുണ്ടായിരിക്കാം. ചില ആൾക്കാർ സ്റ്റൈലിന് വേണ്ടി കുറയ്ക്കും, ചില ആൾക്കാർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുറയ്ക്കും, ചില ആൾക്കാർക്കുണ്ട് ഈ മുടി ഈ കഴുത്തിന് താഴോട്ട് തീരെ ഉള്ളില്ല, തീരെ കട്ടിയില്ല എന്നുണ്ടെങ്കിൽ നോർമലി ആളുകൾ ഹെയർ ഇത്ര വെച്ച് കട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ അവരെ പേഴ്സണലി സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ കയറിയിട്ട് ഇത് എന്താ മുടീൻ്റെ കോലം, ഇതെന്താ ഡ്രസ്സിൻ്റെ കോലം, ഇതെന്താ വണ്ണം കുറഞ്ഞത്, ഇങ്ങനെ വിളിച്ചു വരുത്തി ബോഡി ഷേമിങ് ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. ആനീസ് കിച്ചൺ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഒരുപാട് ഇൻസിഡൻസ് അതേമാതിരി ഉണ്ടായിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ സെലിബ്രിറ്റീസ് അടിച്ചണ്ണാക്ക് കൊടുക്കാറുണ്ട്. പക്ഷേ
ഇവർ വളരെ ചിരിച്ച് വളരെ സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത്. ഇത് ഫിലിമിന്റെ ഇതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. സിനിമയുടെ ആവശ്യത്തിന് വേണ്ടി പല ആൾക്കാരുടെ അവരുടെ ബോഡി ഇടയ്ക്ക് വണ്ണം വെപ്പിക്കും, ഇടയ്ക്ക് മെലിയിക്കും, ട്രാൻസ്ഫോർമേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളതാണ്. അത് സിനിമാ നടന്മാരുടെയും സിനിമാ നടികളുടെയും കാര്യം നോക്കിയാൽ മതി. അവർ ഓരോ ഫിലിമിന് വേണ്ടി ആ ക്യാരക്ടറിനനുസരിച്ച് അവരുടെ ബോഡി ചേഞ്ച് ചെയ്യും. അപ്പോൾ അതേമാതിരി എന്തോ ഒരു പരിപാടിയാണ് ഈ പ്രിയങ്ക എന്ന് പറയുന്ന പുള്ളിക്കാരും ചെയ്തിട്ടുള്ളത്. അതുപോലും ആ ഒരു സ്ക്രീനിന്റെ പുറകിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കി ആ ഒരു ഷോയിൽ അവരെ ബോഡി ഷെയിം ചെയ്യാതെ ഇരിക്കാൻ ഇവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇത് എന്നതാ ഒത്തിരി അങ്ങ് മാറ്റം വന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കണ്ടേന്ന്. അടുത്ത പുതിയ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട്. അതിന്റെ ഒരു രൂപം, അതിന്റെ ഒരു ഭാഗമാണെന്നോ ഇങ്ങനെ? എന്റെ ദൈവമേ, നല്ലൊരു ഇങ്ങനെ ഇരുന്ന കൊച്ചിങ്ങനെ പാക്ക് പോലെ ആയിപ്പോയി. അപ്പൊ ചേച്ചിയുടെ ബോഡി ഷേമിങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് പാക്ക് പോലെയായി എന്നാണ്. പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഉണങ്ങി അടക്ക. ആ ഒരു ഉണങ്ങി അടക്കേണ്ട അവസ്ഥയായി എന്നാണ് പറയുന്നത്. ഈ തടിച്ച അടക്കയും ഉണങ്ങി അടക്കയും തമ്മിൽ ഉള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ തടിച്ച അടക്കയ്ക്ക് അതിൻ്റെതായതും ഉണങ്ങി അടക്കയ്ക്ക് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അത് ഈ ആനി എന്ന് പറയുന്ന സ്ത്രീക്ക് അറിയത്തില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഈ പുള്ളിക്കാരിൻ്റെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ ആരോഗ്യം, ഇവരുടെ വണ്ണം, ഇവരുടെ തടി നോക്കിക്കഴിഞ്ഞാൽ അവരിപ്പം ഏത് രീതിയിലാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഊഹിച്ചാൽ മതി. അപ്പം ഒരാളെ ബോഡി ഷേമിങ് ചെയ്യുന്ന സമയത്ത് പണ്ട് എൻ്റെ ആരോഗ്യസ്ഥിതി എന്തായിരുന്നു, ഇപ്പം ഞാൻ എന്താണ് ഇങ്ങനെ എന്നുള്ള കാര്യം ചിന്തിച്ചു. സത്യം, ക്യാരക്ടർ ആ രീതിയിലേക്കുള്ള ഒരു ലുക്സിന്റെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നു. ഇതാണ് ട്രൂ ഡെഡിക്കേഷൻ എന്നൊക്കെ പറയുന്നത് അല്ലേ? അപ്പൊ എല്ലാവർക്കും അവനവൻ ചെയ്യുന്ന ജോലിനോട് ഭയങ്കര ഡെഡിക്കേഷനാണ്. പ്രിയങ്കയ്ക്ക് അവരുടെ ചെയ്യുന്ന ആ ഒരു ഫിലിമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സീരിയൽ എന്തോ ആയിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അവരവരുടെ ബോഡിയിലും ഹെയറിലൊക്കെ ഒരുപാട് ചേഞ്ച് വരുത്തി. അതേമാതിരി തന്നെ ഈ ആനി എന്ന് പറയുന്ന സ്ത്രീയും അവരുടെ, എനിക്ക് തോന്നുന്നു അവരുടെ ക്യാരക്ടറിൽ ഒരുപാട് ഈ ഒരു പരിപാടിക്ക് വേണ്ടി ആയിരിക്കണം, ടു ഡെഡിക്കേഷനാണ്. വരുന്ന ആൾക്കാരെല്ലാം ബോഡി ഷെയ്മിങ് ചെയ്യുക, അല്ലെങ്കിൽ വിളിച്ചു വരുത്തുക, അവമാനിച്ച് വിടുക, അല്ലെങ്കിൽ ഊക്കി വിടുക, ആക്കി വിടുക, ഈ പരിപാടിയൊക്കെയാണ്. അതിലും പുള്ളിക്കാരിക്ക് ഭയങ്കര ഡെഡിക്കേഷൻ ഉണ്ട്. ഈ ഒരു പരിപാടി കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയട്ടോ. ഇതേമാതിരി ഒരുപാട് ഷോർട്ട് ക്ലിപ്സ് ഞാൻ പല ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ആയിട്ട് കാണാറുണ്ട്. ഇങ്ങനെ ബോഡി ഷേമിങ് ചെയ്യുന്നതും അല്ലാണ്ട് ചോദിച്ച് വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതൊക്കെ. എനിക്കിതിനോട് പ്രത്യേകിച്ച് യോജിപ്പൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ആളുകളെ വിളിച്ചു വരുത്തി ബോഡി ഷേമിങ് ചെയ്ത് പറഞ്ഞു വിടുന്നതിനോട്. ഓവർ തടിച്ചാൽ കുറ്റം, മെലിഞ്ഞാൽ കുറ്റം, തടി ഇല്ലെങ്കിൽ കുഴപ്പം, തടി ഉണ്ടെങ്കിൽ കുഴപ്പം, ഉയരം ഉണ്ടെങ്കിൽ കുഴപ്പം, ഉയരം ഇല്ലെങ്കിൽ കുഴപ്പം, ബോൾഡായിട്ട് സംസാരിച്ചാൽ അത് കുഴപ്പം, എല്ലാത്തിനും കുഴപ്പം കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ